നിങ്ങൾക്ക് എന്നെ പറ്റി നന്നായി അറിയാലോ. ഞാൻ എവിടെ പോയാലും ബൈക്കുകൾ നോക്കും. എൻ്റെ പുറകിൽ കണ്ടില്ലേ ബൈക്കുകൾ. അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് ഷോറൂം ഉണ്ട്, സെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ സർവീസ് എല്ലാം, സ്റ്റിക്കർ വർക്കിംഗ് എല്ലാം, മോഡിഫിക്കേഷൻ എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ അഡ്വഞ്ചർ ബൈക്കുകളാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെർമിഷൻ ചോദിച്ചു. അവർ ഓക്കെ എന്ന് പറഞ്ഞു. ഇതുണ്ടല്ലേ ബൈക്കിൻ്റെ സീറ്റിൻ്റെ പൊക്കം നോക്കിയത് എൻ്റെ ഇത്രയ്ക്കുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് അകത്തുള്ള കാഴ്ചകൾ കാണിക്കാവേ. മോഡൽ this is the same model, yeah. Okay. CX250R. Okay. ये हम यहीं पर ഈ കാണുന്നതാണ് ഇവരുടെ CX മോഡൽ എന്ന് പറഞ്ഞ ബൈക്ക്. ഇവരുടെ കമ്പനി പറയുന്നത് CX ആണ്. അതായത് ഇവർ പാർട്സ് ഇമ്പോർട്ട് ചെയ്യും. ബൂട്ടാണ് റൈറ്റ്. അപ്പോൾ ഭൂട്ടാനിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് അസംബിൾ ചെയ്യുന്ന ഇതിന് 8 lakhs. This is brand new, right? Or used one? This one is used one, but brand new is coming in March. Okay, so the new one cost 8 lakh. 8,47,000 രൂപേൻ്റെ വണ്ടിയാണ്. 250 cc. What's the cost for a used bike here? Used bike here, this one is 5,75,000. 5,75,000 രൂപയാണ്. Sell second. ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന അവർ ഇത് കൊടുക്കാനുള്ളതല്ല കേട്ടോ. ഇത് ഹോണ്ടയുടെ ഒരു വണ്ടിയാണ്, 450 cc ആണ്. ഇത് കണ്ടില്ലേ പൊക്കം. അതുപോലെ തന്നെ ബൈക്കേഴ്സ് ആക്സസറീസിൻ്റെ ഹെൽമെറ്റ് എല്ലാം ഉണ്ട്. ഇവരുടെ CX എന്നാണ്, cxmotorcycle.com എന്നാണ് ഇവരുടെ വെബ്സൈറ്റ്. ഇവരുടെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബൈക്സുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കേട്ടോ. വണ്ടിയുടെ നമ്പർ മറയ്ക്കാൻ പറഞ്ഞു. കണ്ടില്ലേ 2 സൈലൻസറുള്ള സിംഗിൾ സിലിണ്ടർ ബൈക്കാണ്. 250 cc. എന്തല്ലേ ലുക്ക് കാണാൻ. ബൈക്കുകളുടെ ഒരു അപാരം. ഇതുപോലെ ഒരുപാട് ബൈക്കുകൾ ഞാൻ ഈ റോഡിൽ കണ്ടേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കണ്ടപ്പോൾ, ഷോറൂം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. എനിക്ക് ബൈക്കുകളുടെ ഉള്ള ഇഷ്ടം കാരണം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. എന്തല്ലേ അടിപൊളി. എനിക്ക് കാണുമ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റും. ഇത്രയും പൊക്കമുണ്ട്. എൻ്റെ പൊക്കത്തിനൊന്നും ഇനി വണ്ടി പറ്റില്ല. പക്ഷേ അടിപൊളി ഓടി, നല്ല കംഫർട്ട് ഉണ്ട്, നല്ല ബോൺ ഷോപ്പ് ബൈക്കാണ്. ഐ ലൈക്ക് ഇറ്റ്. നൈസ്, താങ്ക് യു. 25,000 Nepali. Okay, 25,000. And this one is 21,500. Okay, and what about the accessories here and all? Accessories here, Like shirt and pants cost? This jersey cost started pricing from 6,000. Okay. And that one is 19,500. 90,000. That Oh. protector. And you want so many medals here? Yeah, recognition. Okay, nice. You. And this color cost starting price from 5,850 to 7,000. Oh yeah, 52,000. Very This Indian. is sign of that man. I don't know what is Ha. It's okay. Mask actually, face mask. rain. Okay. Rain. So you do competitions here? Your company? Yeah. Racing competitions. Okay. So I can guess that. ഇവർ റേസിംഗ് കോമ്പറ്റീഷനൊക്കെ നടത്തുന്നതാണ് പറഞ്ഞിട്ടോ. അത് കണ്ടില്ലേ, അടിപൊളിയാണ്. സോ ഇത്രയൊക്കെയാണ് ഈ ബൈക്ക് ഷോറൂമിൻ്റെ കാഴ്ചകൾ. CX മോട്ടോർ കമ്പനിയാണ് ഇവരിങ്ങനെ അസംബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എന്ത് ഭംഗിയാണെന്നറിയോ ബൈക്കുകളും. അതുപോലെ തന്നെ പെർഫോമൻസ് ബൈക്കുകളാണ് ഇവിടെയുള്ള, മൗണ്ടറിങ് ബൈക്കുകൾ എല്ലാം ഉണ്ട്. ഇവരുടെ കമ്പനി വെബ്സൈറ്റ് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. cxmotorworld.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. വണ്ടിക്ക് നല്ല വില കേട്ടോ. എനിക്കൊന്നും ഇപ്പോൾ വാങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, കഴിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നേപ്പാളിലെ വണ്ടികളുടെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ബൈക്ക് പ്രേമികൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ ദെൻ, ബൈ ബൈ. നേപ്പാളിൽ വന്നപ്പോൾ തക്കാളി താലി എന്ന് പറഞ്ഞിട്ട് എടുത്തു. തക്കാളി താലി എന്നാണ് പറയാം. അതായത് ഒരു പ്ലേറ്റിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ താലി ഫുഡ്. ഇത് റൈസുണ്ട്, പപ്പടമുണ്ട്, ഒരു പ്രത്യേകതരം ചമ്മന്തിയാണ്. പേരൊന്നും അറിയില്ല, കണ്ടൻറ്റും അറിയില്ല. ഇത് ഉരുളക്കിഴങ്ങും, ഇത് കയ്പ്പയ്ക്ക, നല്ല കയ്പ്പുണ്ട് അങ്ങനെ വറുത്തത്. ഇത് വേറെ ഒരു വെണ്ടയ്ക്ക പോലെ. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പൊടി. ഇത് സ്പിനാച്ച്, നമ്മുടെ ചീര എന്ന് പറയാം. ഇത് പോർക്കാണ്. ഇത് പയറ് കറിയാണ്, ഡാൽ കറിയാണ്. ഇതൊരു ഉപ്പേരി പോലെ വരുന്നു. പിന്നെ കേട്, പിന്നെ പപ്പടമുണ്ട്, വെള്ളമുണ്ട്. പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനിയും റൈസ് വേണമെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും തരട്ടോ. അപ്പോൾ ഇതാണ് നേപ്പാളിലെ സ്പെഷ്യലായ തക്കാളി താലി.
എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൗത്ത് ഫ്രഷ്നറായിട്ട് തരുന്ന സാധനങ്ങൾ. നേപ്പാളിൽ എന്തൊക്കെയാണ് തരുന്നത് നോക്കി, ജീരകമുണ്ട്, കൽക്കണ്ടമുണ്ട്, ഏലക്കായ, പിന്നെ മറ്റേ പട്ട ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഒരു ഇതാണ്. ഇതെല്ലാം കൂടി ചവച്ച് മൗത്ത് ഫ്രഷ് ചെയ്യണം. അതാണ് ഇവിടുത്തെ ഒരു ആചാരം.